ഭക്ഷണം ഗംഭീരം, അതിനുള്ള ക്രമീകരണങ്ങൾ അതിലും ഗംഭീരം. ജില്ലാ കലോത്സവ നഗരിയിലെ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാകുന്നു. അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാനാരും കലോത്സവ നഗരിയിൽ വരേണ്ട. ഇവിടെ വന്നാൽ ഇവിടുത്തെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി. ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സ്റ്റേജ് പരിപാടികൾ, നൃത്തങ്ങൾ, മീഡിയ കമ്മിറ്റി, ട്രാഫിക് പരിപാലനം തുടങ്ങിയവ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചർച്ച ചെയ്യാം. പക്ഷെ അതിനേക്കാളും ഉപരിയാണ് ഇവിടുത്തെ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം. ഏതു നേരത്തും സദാസന്നദ്ധരായി ഫുഡ് കമ്മിറ്റിയിലെ ഭാരവാഹികൾ വിവിധ തരം രുചിക്കൂട്ടുകളുമായി അതിഥികളുടെ വയറും മനസ്സും നിറച്ചുകൊണ്ട് കലോത്സവ നഗരിയിലെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ഭക്ഷണ കമ്മിറ്റിയിലെ അണിയറ പ്രവർത്തകർ. സാമ്പാറും കൂട്ടുകറിയും പോരാത്തതിന് പായസവും. പയ്യന്നൂരിലെ പരമ്പരാഗത വിവാഹ സദ്യയെ ഓർമ്മിപ്പിക്കും വിധമാണ് കലോത്സവ നഗരിയിലെ രുചി വൈവിധ്യങ്ങൾ. കലോത്സവ നഗരിയിലെത്തിയ കല്യാശ്ശേരി മുൻ MLA TV രാജേഷ് ഭക്ഷണത്തോടൊപ്പം സൗഹൃദം പങ്കുവച്ചതിന്റെ അനുഭവങ്ങൾ പകർന്നു നൽകി. കലോത്സവത്തിലെ ഭക്ഷണം കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ അധികം വിഭവസമൃദ്ധമല്ലെങ്കിലും രുചികരമായ ഭക്ഷണമാണ്. നല്ല പായസം, 6,000-7,000 ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം വെച്ച് കൊടുക്കുക, എല്ലാവർക്കും എത്തിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായൊരു കാര്യം. അത് വളരെ ഭംഗിയായി ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. വളണ്ടിയർമാരും അതുപോലെ തന്നെ നമ്മുടെ പാചകക്കാരും ഒരു ടീമായി പ്രവർത്തിക്കുന്നു. ആർക്കും ഒരു പരാതി. ഫസ്റ്റ് വൺ ന്യൂസ്, പയ്യന്നൂർ.